പത്രക്കാരും ഇല്ലേ? ഹായ് രമണി. ഇവനെ പറഞ്ഞു വിടേണ്ട സമയമായി. ഹായ് ചിത്ര, ചായക്ക് പാലൊക്കെ ഉണ്ടോ? പിന്നെ മലയാളികൾ മത്തി എന്ന് പറയും, ചൈനക്കാർ ചാള എന്ന് പറയും. അതിന്റെ സംഗതികളൊക്കെ കളഞ്ഞ് ശ്രുതി കൂട്ടിയിട്ടൊന്ന് വറുത്തെടുത്തു. എന്താ കഴിക്കുന്നത് നോക്കട്ടെ. അതെ, വറക്കുമ്പോ 5.5 കട്ടയ്ക്ക് വറക്കണോ 6 കട്ടയ്ക്ക് വറക്കണോ? 5.5 മതി, 6 കരിയും. എന്നെ എടുത്തു വെക്കടാ അങ്ങോട്ട്. കൂളിംഗ് ഗ്ലാസിന്റെയാ. എല്ലാവർക്കും ഓരോ ചായ. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. പേടിക്കണ്ട, സ്ഥിരമുള്ള 4 ചട്ടി പൊട്ടിയെന്നേ ഉള്ളൂ. സുധി, എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ? അതൊക്കെ നിർത്തിയില്ലേ? ഓ, അണ്ണാ മൂത്താലും മരം കയറ്റം മറക്കില്ലല്ലോ. സുധി, ഉച്ചയ്ക്ക് ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. എന്റെ കുരുവിളെ, ഇന്ന് മുതൽ ഒരു കമ്മിറ്റിക്ക് ഞാനില്ല. ഇനി കുറച്ച് കുടുംബകാര്യങ്ങളുമായിട്ട് ഞാനങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചു. വീട് നന്നായ നാട് നന്നാവും സഖാവേ. ഓക്കേ. ഹായ് ഹായ്. നാട്ടിലെങ്ങും പാട്ടായി. എന്ത്? അല്ല, ഒരുപാട് പെൺകുട്ടികളുടെ പ്രാക്ക് കൊണ്ടാലേ പെട്ടെന്ന് കല്യാണം നടക്കുന്നു. ആ കുട്ടിക്ക് അറിയോ നിനക്ക് ഇഷ്ടമാന്ന്? അതിനൊക്കെ ഇനി സമയം കിടക്കല്ലേ. തൽക്കാലം ലോക്കൽ ലോക്കലാണെന്നാ പെണ്ണറിയാതിരുന്നാ മതി. ഇതാണ് കക്ഷി. എങ്ങനുണ്ട്? That's all about me. Thank you. Next. Okay. ഞാൻ വർഗീസ്. ഭരണങ്ങാനത്ത് അൽഫോൻസാമയുടെ പള്ളിയിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരെയാ വീട്. കണ്ടിട്ട് മൂപ്പ് കുറച്ചുണ്ടല്ലോ വർഗീസേ. ഉണ്ട് സാർ. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് നാള് കുറച്ചായി. തോട്ടത്തിലെ പണിയും റബ്ബറിന്റെ കണക്കും അത്യാവശ്യം സിനിമാറ്റിക് ഡാൻസും ആൽബം പിടുത്തവും ഒക്കെ ആയിട്ടങ്ങ് കൂടിയതാ. പക്ഷെ നല്ല വീട്ടിലെ കല്യാണാലോചനകൾ വന്നപ്പോ വിദ്യാഭ്യാസം പോരാ, ജോലി പോരാ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മുടങ്ങി. അങ്ങനെ അപ്പച്ചന്റെ ബുദ്ധിയാ ഈ എഞ്ചിനീയറിംഗ് പഠിത്തം. ആ ബുദ്ധി എന്താണെന്ന് ഞങ്ങളും കൂടെ അറിയട്ടോ അല്ലേ? ചോദിച്ച കാശ് കൊടുത്ത് സീറ്റ് മേടിച്ചത് എഞ്ചിനീയർ ആവാം എന്നുള്ള അതിമോഹം കൊണ്ടല്ല സാർ, അതിനുള്ള ബുദ്ധിയും ഇല്ല. പിന്നെ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു എന്ന് പറഞ്ഞ് നല്ലൊരു പെങ്കൊച്ചിനെ കെട്ടാൻ വേണ്ടിയാ. സോറി, നിങ്ങൾ ആരെയും ഉദ്ദേശിച്ചല്ല. ഒരു വഴിക്ക് ഞാനങ്ങ് ഒതുങ്ങി കൂടി കഴിഞ്ഞോളാം. ആരും എന്നെ പ്രേമിച്ച് ഉപദ്രവിക്കരുത്. താങ്ക് യു താങ്ക് യു താങ്ക് യു. നെക്സ്റ്റ്. ഈ ഡ്രംസ് ഒക്കെ ഞാനും പഠിച്ചതാ, പക്ഷെ വായിക്കാൻ അറിയില്ല. അങ്ങനെ പറഞ്ഞോട്ടോ. കണ്ണു കിട്ടാതിരിക്കാൻ അമ്പലത്തിലിടാനാ. ഇതെന്തോ മാരകമായ പ്രശ്നം. രാജേട്ടാ, എന്താ കുട്ടി? ഒരു മിറിണ്ട. ഞാൻ കൊടുത്തോളാം. എന്റെ കഞ്ഞൂടി കുട്ടിക്കാനായിട്ട് വന്നോളൂ. സൂക്ഷിച്ചുകൊണ്ടോ, സൂക്ഷിച്ചു പൊട്ടിക്കണേ, പേടിക്കും. ഒരു കോയിൻ തരും. ആ കുട്ടി എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? ഇല്ല. ഇതാ കേട്ടോ. ഐ ലവ് യു. ഇതിനി അമ്പലത്തിലിടും. കണ്ണു കിട്ടാതിരിക്കാനല്ല, കൈവിട്ടു പോവാതിരിക്കാൻ. എന്നാ പിന്നെ ഞങ്ങളും അങ്ങോട്ട് ഇറങ്ങട്ടെ. കുറച്ചു നേരം കഴിഞ്ഞു പോവാടോ. അയ്യോ അതല്ല, ലൈബ്രറിയിൽ ഒന്ന് കയറേണ്ട ആവശ്യമുണ്ട്. ലൈബ്രറിയിലാവുമ്പോ നല്ല സൈലൻസ് ആയിരിക്കും. വർഗീസ്, ഉറങ്ങാനല്ല, ഒന്ന് മയങ്ങാനാ. ഈ കോയിൻ ഞാൻ എടുക്കാം. അമ്പലത്തിലിടാനാ? കണ്ണു കിട്ടാതിരിക്കാനോ അതോ കൈ വിട്ടു പോകാതിരിക്കാനോ? ഇതോടെ മനസ്സമ്മതാഘോഷം പിരിച്ചുവിട്ടിരിക്കുന്നു. എല്ലാരും വീട്ടിൽ പോണേ. എന്നും വീട്ടിൽ പോണല്ലേ? ഇന്ന് വീട്ടുകാർക്കൊരു ചേഞ്ച് ആവട്ടെ. ഞാനിത് തീർത്തിട്ടേ ഉള്ളൂ. എല്ലാം അടിക്കടാ. അടിച്ച് പൂക്കുറ്റിയായിട്ട് പൂത്തിരിയും കത്തിച്ചിട്ടേ പോവാ. ഈ പൂത്തിരി ഉദ്ദേശിച്ചത് വാളാണോ? അത് ഓർമ്മിപ്പിക്കരുത്. 2 കൊണ്ട് അടിച്ചോട്ടു പ്ലീസ്. പാലാരിയോട്ടത്തുള്ള അക്കനാ. ഒന്ന് ഉറക്കിയിട്ട് വരാം. ഹലോ, എല്ലാരും പോടാ. 2 അടിച്ചു കഴിയുമ്പോ ഏതെങ്കിലും ഒരു അക്കനെ ഉറക്കണം. എന്നാ ഉറക്കിട്ട് തിരിച്ചു വരുവോ? അതുമില്ല. അതെന്താ? വെളുപ്പിനല്ലേ ഫോൺ വെക്കത്തുള്ളൂ, പിന്നെങ്ങനെ തിരിച്ചു വരാനാ? ഞാനിപ്പോ വരാം. നീ പോടാ അക്കനെ ഉറക്കാൻ.
എടാ എന്നെ ഒന്ന് ഉറക്കിട്ട് പോടാ. The given figure represents a line AB which is parallel to both horizontal plane and vertical plane. In this case, parallel to XY line. In its top view and front view, we can get the true length of given line. In both cases, there won't be horizontal plane or vertical plane. Please note that this is very important from the examination point of view. So I am repeating. The given figure represents a line AB. ഒന്ന് ഉറങ്ങാനോ സമ്മതിക്കൂല. അതെ, ഞാൻ ഇവിടെ ഇരിക്കത്തില്ല. ആ കൊച്ചിന്റെ നോട്ടം മുഴുവൻ എന്റെ മുഖത്ത കൊള്ളുന്നേ. ചീത്തപ്പേരുണ്ടായി തീർന്നു. അപ്പച്ചൻ പെണ്ണാലോചിച്ച് നടക്കുക. Parallel to XY line. Okay, let's continue. ഇനി അടുത്ത ക്ലാസ്സിൽ ഉറങ്ങാം. എല്ലാരും പറയുന്നു നമ്മൾ തമ്മിൽ പ്രേമാണെന്ന്. നമ്മൾ തമ്മില് ദേ, കുട്ടി വെറുതെ അനാവശ്യം പറയല്ലേ. കുട്ടി വിചാരിക്കുന്ന പോലെ എനിക്കങ്ങനൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ വിടത്തില്ല. എനിക്ക് ഇനിയും സംസാരിക്കണം. ദേ, മീര വഴിന്ന് മാറ. എടോ കൃഷ്ണകുമാറെ, ഒന്ന് വന്നേ. അത്യാവശ്യം ഒരു സ്ഥലം വരെ പോണം. എവിടെ? എവിടെ വന്നോ? അത് നീ എന്തിനാ അറിയുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി ഇടപെട്ടാലുണ്ടല്ലോ എന്റെ സ്വഭാവം ഭയങ്കര മോശ. മാറക്ക് തന്നെ. താങ്ക്സ് ഒക്കെ ഇരിക്കട്ടെ, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. നമുക്കൊരു സ്ഥലം വരെ പോണം. എങ്ങോട്ട്? പറയാം, വാ. കൃഷ്ണകുമാറിനെ പറ്റി പറയുമ്പോ ഇവക്ക് 100 നാവാ. അയ്യോ, പറഞ്ഞത് മുഴുവനൊന്നും അങ്ങോട്ട് വിശ്വസിക്കണം. ഞാനുള്ള കാര്യങ്ങളാ പറഞ്ഞത്. 25നുള്ള ഡാൻസ് ഫേഴ്സിന് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഇവൾക്ക് ഒറ്റ കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ. കൃഷ്ണകുമാർ മൃദംഗം വായിക്കണം. അയ്യോ, അത് ഈ ഹിന്ദി പാട്ടിനൊക്കെ മൃദംഗം വായിക്കാന്ന് വെച്ചാ എന്റെ ഐറ്റം ഭരതനാട്യോ.